ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സാധാരണ അങ്ങനെ വീട്ടിലാരും അങ്ങനെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിക്കാറില്ല. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ചപ്പാത്തി, നാൻ, റൊട്ടി അതിൻ്റെ കൂടെയൊക്കെയാണ് ഇത് ഓർഡർ ചെയ്യാറ്. ഇതൊരു നോൺ വെജ് ഐറ്റം കൂടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമല്ലോ എന്താ ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, അപ്പോൾ ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഗാർലിക് ചിക്കനാണ്. അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഗാർലിക് ചിക്കൻ തയ്യാറാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കോൺഫ്ലോർ, മൈദ, ഉപ്പ്, 2 മുട്ട, മഞ്ഞൾപ്പൊടി, ഇത് റെഡ് ചില്ലി പേസ്റ്റാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റിഫൈൻഡ് ഓയിൽ, റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, വിനാഗിരി. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാണും. 3 ടീസ്പൂൺ നമ്മുടെ റെഡ് ചില്ലി അരച്ചത്, അതായത് ഇത് ഞാൻ നമ്മുടെ വറ്റൽമുളക് ഒരു 7 എണ്ണ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ് ആ പേസ്റ്റാണിത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ വിനാഗിരി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചു. അതിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ പീസായിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായിരിക്കുകയാണ്. അപ്പം ഇതൊന്ന് നന്നായി ഫ്രൈ ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി വരും, കാരണം ഞാൻ ചെറിയ പീസസ് ആക്കി ആണ് മുറിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ഗാർലിക് ചിക്കനൊക്കെ അങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല, റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആകുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോയി ഇത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്ത് കഴിക്കാമെന്നാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ഒക്കെ ചെയ്യണം. പിള്ളേർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണത്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പ്രിംഗ് ഒനിയനൊക്കെ വേണം ഇടാനായിട്ട്. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ പച്ചക്കറി ഫുള്ളായിട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അത് കിട്ടിയില്ല, സ്പ്രിംഗ് ഓണിയൻ. ബാക്കിയുള്ള ഐറ്റംസും കിട്ടിയിട്ടുണ്ട്. ഇത് വറക്കാതെയും ചെയ്യാവുന്നതാണ്, പക്ഷേ എനിക്ക് വറുത്തിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. എന്ത് സാധനമായാലും നമ്മൾ വറുത്തിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. ഇത് നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് കഷ്ണങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നമ്മുടെ പീസസൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. 2 സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബോളിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിവിടെ 1 കിലോ ചിക്കൻ 2 ബാച്ചായിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വറുക്കുന്നത് ഒരു ബാച്ചേ കാണിക്കുന്നുള്ളൂ, മറ്റേ ഞാൻ ഓൾറെഡി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളിത് വെളിച്ചെണ്ണയിൽ ചെയ്യാൻ പാടില്ല. അതിനുശേഷം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. കണ്ട ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഞാൻ അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു ചെറിയ 2 കുടം വെളുത്തുള്ളി അരിഞ്ഞതാണ്. അതും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു സവാള എടുക്കുകയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചില്ലി ചിക്കനൊക്കെ അരിയില്ലേ, അതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒത്തിരി ഉപ്പ് ചേർക്കാൻ പാടില്ല, കാരണം നമ്മൾ ചേർക്കുന്ന സോസസിൻ്റെ അകത്തൊക്കെ ചെറിയ രീതിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഓരോ സോസായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ്, അത് 1.5 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പം നേരത്തെ ഞാനിവിടെ അരച്ച് വെച്ചിരിക്കുന്ന റെഡ് ചില്ലി പേസ്റ്റാണിത്. ഇത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്താണ് നമ്മൾ സ്പ്രിംഗ് ഓനിയൻ ഇടേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചത് അതിലേക്ക് ഇടാം. ഇത് ഞാൻ 2 സെറ്റായിട്ട് വറുത്തെടുത്ത ചിക്കൻ ഉള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡിയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിനി ഇതിനെ ഒരു സെർവ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം ഞാനിതിൽ സെർവ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ചിക്കനാണിത്, നമ്മുടെ ഗാർലിക് ചിക്കൻ. അപ്പം നമ്മുടെ ഗാർലിക് ചിക്കൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജിതൂസ് കിച്ചൻ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.